മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ബാബുസാണ് മക്കളെ. ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് നമുക്ക് പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 4 മാർക്കിനുള്ള ഒരു ചോദ്യമാണ് മക്കളെ പത്രലിഖി എന്ന് പറയുന്നത്. പാഠങ്ങളുടെ വിവിധങ്ങളായ ഭാഗങ്ങൾ തന്നിട്ട് ഏതെങ്കിലും ഒരു ചോദ്യം ആ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പത്രം തയ്യാറാക്കി ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ കത്ത് എഴുതുമ്പോൾ വെറുതെ അങ്ങ് എഴുതിയാൽ പോരാ, ചില നിയമാവലികളൊക്കെ പാലിച്ചുകൊണ്ട് വേണം കത്ത് എഴുതാൻ. അങ്ങനെ കത്ത് എഴുതുമ്പോൾ ഒരു മാർക്ക് പോലും ചോർന്നു പോകാതെ ഫുൾ മാർക്ക് സ്വന്തമാക്കാൻ നമ്മൾ എന്തൊക്കെ മനസ്സിലായിരിക്കണം, അതാണ് നമ്മളിൽ പറയാൻ പോകുന്നത് മക്കളെ. കത്ത് എഴുതുന്ന സമയത്ത് പരമാവധി ഒരു പേപ്പറിൽ നിങ്ങൾ കത്ത് എഴുതുമ്പോൾ നോക്ക്, കത്തിന്റെ ഫോർമാറ്റ്, കത്തിന്റെ പ്രാരൂപ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ കണ്ടത്. കത്തിന്റെ പ്രാരൂപ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കണം നമ്മൾ കത്ത് എഴുതുന്നത്. നോക്കൂ മക്കളെ, നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വലതുവശത്ത് മുകളിൽ കാണും സ്ഥാൻ താരിഖ് എന്നാണ്. കത്ത് എഴുതുമ്പോൾ ഏറ്റവും മുകളിൽ സ്ഥലം എഴുതണം, പിന്നെ ഡേറ്റും എഴുതണം. പക്ഷേ നമ്മൾ ഈ കഥയിലൊക്കെ കഥാപാത്രങ്ങളായതുകൊണ്ട് നമ്മൾ സ്ഥലം എഴുതേണ്ട കാര്യമില്ല. സ്ഥലം ആണ് ഇവിടെ എന്നും മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥാൻ എന്ന് എഴുതി 2 കുത്തിട്ടാൽ മതി. പിന്നെ ഡേറ്റ് എഴുതേണ്ടതില്ല, ഇതൊന്നും പലപ്പോഴും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റ് എന്ന് പറഞ്ഞ് അവിടെ 2 കുത്തിടുക. അപ്പോൾ ഇവിടെ സ്ഥലവും തീയതിയും എഴുതേണ്ട സ്ഥലമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സ്ഥാൻ താരിഖ് എന്ന് എഴുതുന്നത്. എന്നാൽ നമ്മൾ ശരിക്കും കത്ത് എഴുതുമ്പോൾ നമ്മൾ സ്ഥലവും ഡേറ്റും തന്നെയാണ് എഴുതുക. ഇനി ആദ്യം അധികം നമ്മളെ പ്രിയ മിത്ര സുഹൃത്തുക്കൾക്കായിരിക്കും കത്ത് എഴുതാനുണ്ടാകുക. ഇനി പുത്ര അല്ലെങ്കിൽ പിതാ അല്ലെങ്കിൽ മാതാജി, അധ്യാപക് ജി ഒക്കെ ആണെങ്കിൽ നമ്മൾ ആർക്കാണോ വേണ്ടത്, ആർക്ക് എഴുതാനാണ് പറയുന്നത്, അയാളുടെ പേരുമുള്ള എഴുതണം. അധികം നമ്മൾ മിത്ര ഫ്രണ്ടിന് എഴുതാനാണ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ആദ്യം പ്രിയ മിത്ര എന്ന് എഴുതണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കത്ത് ഒറ്റ പാരഗ്രാഫ് അങ്ങോട്ട് എഴുതിയാൽ പോരാ. കത്തിന് 3 പാരഗ്രാഫ് വേണം. ഒന്ന് കത്ത് ഇൻട്രൊഡക്ഷൻ ആണ് മക്കളെ, രണ്ടാമത്തെ കത്തിന്റെ വിഷയമാണ്, മൂന്നാമത്തത് കൺക്ലൂഷൻ ആണ്, ഉപസംഹാരമാണ്. ഇത്രയും ഈ ഒരു മാനദണ്ഡം പാലിക്കണം. അതിനുശേഷം നമ്മൾ സസ്നേഹി എന്ന് സ്നേഹപൂർവ്വം എന്ന് എഴുതും, എന്ന് നമ്മൾ സൈൻ ചെയ്യും. പക്ഷേ നിങ്ങളെ കത്തിൽ നിങ്ങൾ സൈൻ ചെയ്യാൻ പാടില്ല, കാരണം മറ്റൊരു കഥാപാത്രത്തിന്റെ ലെറ്റർ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ പേരിലല്ലാതെ നിങ്ങൾ സൈൻ ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ നിങ്ങൾ ഹസ്താക്ഷരം എന്ന് ബ്രാക്കറ്റ് ഇട്ട് എഴുതുക. ഇവിടെ സിഗ്നേച്ചറിന്റെ സ്ഥലമാണ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചോട്ടിൽ നാം എന്ന് എഴുതുക. നാം സാഹിലാണെ സാഹിൽ എന്ന് എഴുതാം, ബേലയാണെ ബേല എന്ന് എഴുതാം, രൺവിജി ആണെ രൺവിജി, ആരെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഓക്കെ, ആരാണോ കത്ത് എഴുതാൻ വേണ്ടി ആരെ കത്താണോ പറയുന്നത് അയാളുടെ പേര് അവിടെ എഴുതണം. ആരാണോ കത്ത് എഴുതുന്നത് അയാളുടെ പേരാണ് ഇവിടെ വേണ്ടത്. അപ്പൊ നമ്മൾ നാം എന്ന് മാത്രമായാലും നിങ്ങൾക്ക് മാർക്ക് കുറയില്ല. പിന്നെ നമ്മൾ ഈ കത്തിനെ നമ്മൾ മടക്കി ഒരു കവറിലാക്കിയിട്ട് കിട്ടേണ്ടുന്ന ആളിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കവറിൽ കിട്ടേണ്ടുന്ന ആളിന്റെ അഡ്രസ് എഴുതണം. അങ്ങനെ വരുമ്പോൾ ആ കവറാണ് ഇവിടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ സേവാമയം എന്ന് കണ്ടോ, സേവാമയം എന്ന് പറഞ്ഞാൽ 2 എന്ന് നമ്മൾ ഇംഗ്ലീഷ് എഴുതാറില്ലേ, അതാണ്. പിന്നെ നാം പദ, ആർക്കാണോ കത്ത് കിട്ടേണ്ടത് ഫ്രണ്ടിനായിരിക്കും, അതുകൊണ്ട് നാം പദ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇത് നിങ്ങൾ പരമാവധി ഒരു ഫുൾ ഷീറ്റ് പേപ്പറിലാണ് ചെയ്യേണ്ടത്. അതായത് പകുതി ഭാഗം ബാക്കി ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ഈ കത്ത് എഴുതി ബാക്കി ഭാഗം വേറെ കടലാസിനകത്ത് അങ്ങനെ എഴുതാൻ പാടില്ല. ഒരു ഫുൾ ഷീറ്റ് പേപ്പർ എടുത്ത് ബോർഡറൊക്കെ ഇട്ട് വൃത്തിയായിട്ട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടാണ് അലൈൻമെന്റ് ഒക്കെ സെറ്റ് ആയിക്കൊണ്ട് വേണമെങ്കിൽ കത്ത് ചെയ്തത്. കത്ത് കാണുമ്പോൾ തന്നെ മാർക്ക് ഇടാനൊരു കൊതി തോന്നണം. ഓക്കെ, ഇത്രയും നമ്മൾ പാലിച്ചിരിക്കണം. നോക്ക്, ഇവിടെ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ ഇത് മാത്രമാണ് നിങ്ങളെ പേപ്പറിൽ കാണുമെങ്കിൽ ഇതിന് നിങ്ങൾക്ക് 2 മാർക്കിന് ഒരേ അർഹതയുണ്ട്. ഇത്രയും എഴുതി വെച്ചാൽ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതിന് 2 മാർക്കിന് വരെ അർഹതയുണ്ട്. എന്നാൽ ഏതൊരു കത്ത് എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ കൺക്ലൂഷനും കോമൺ ആയിട്ട് പഠിച്ചു വെച്ചാൽ നമ്മൾ അതും കൂടി എഴുതി വെച്ചാലോ, അത് എഴുതി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും ആ കത്ത്. നോക്ക്, ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതി, ഒരു കൺക്ലൂഷൻ നമ്മൾ എഴുതി. ഇത്രയും കൂടി നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2+1 = 3 മാർക്ക് കിട്ടണം. 3 മാർക്കിന് വരെ അർഹതയുണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ തെറ്റൊന്നും വരാൻ പാടില്ല, എന്നെങ്കിൽ 3 മാർക്കിന് അർഹതയുണ്ട്. പിന്നെ നമ്മൾ കണ്ടന്റ് ഏതാണല്ലോ, കണ്ടന്റ് ഉണ്ടെങ്കിൽ 1 മാർക്കും കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. ആ കണ്ടന്റ് എവിടെ കിട്ടും, തൊട്ടുമുള്ള പാരഗ്രാഫില്ലേ, ടെക്സ്റ്റ് ബുക്കിൽ ബന്ധപ്പെട്ട പാരഗ്രാഫ് തരുമല്ലോ, ആ ഭാഗങ്ങൾ കൃത്യമായി വായിച്ചാൽ അവിടേക്ക് എഴുതാനുള്ള കണ്ടന്റ് അവിടെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് 4 മാർക്കിന് അർഹതയുണ്ട്. ഓക്കെ മക്കളെ, ഇങ്ങനെയാണ് നമ്മൾ കത്ത് എഴുതുന്നത്. പരമാവധി ഒരു ഷീറ്റ് പേപ്പറിലേക്കണം, ബോർഡറൊക്കെ കൊടുത്ത് വൃത്തിയായി അലൈൻമെന്റ് ഒക്കെ സെറ്റ് ആയിക്കൊണ്ടാണ് ഇങ്ങനെ എഴുതണം. ഈ ഒരു സ്ട്രക്ചർ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കത്ത് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ, ക്വാർട്ടർലി എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഒരു ലെറ്റർ നമുക്കിന്ന് പരിചയപ്പെടാം. നോക്കൂ, ഇതാണ് ആ ചോദ്യം. നമുക്ക് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. സുരേന്ദ്രജി മാഷ് സാബിനെ, സുരേന്ദ്ര മാഷ് ബേലാക്കെ ബാലവുമേ പഞ്ചഫസായ, ബേലയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച ദിവസം വന്നിട്ട് ഹോംവർക്ക് നോക്കുമ്പോൾ ഊസ് ദിൻ, ആ ദിവസം ബേലാനെ, ബേല അപ്പനെ മിത്രക്കൈക്ക് പത്രലിഖ, തന്റെ സുഹൃത്തിന് വേണ്ടി ഒരു പത്രലിഖ എന്നുള്ളത് പത്രലിഖി എന്നാക്കണേ, പത്രലിഖി കത്തെഴുതി. പത്ര കൽപ്പന കർക്കിലേക്ക്, ആ കത്ത് നിങ്ങളോടൊന്ന് ഭാവനയിൽ എഴുതാനാണ് പറയുന്നത്. ആ കത്തൊന്ന് ഭാവനയിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കത്ത് എങ്ങനെ ഉണ്ടാവാം നോക്കൂ. ഉത്തരം ഇങ്ങനെയാണ്. ഇതാണ് ആ കത്ത്. നോക്ക്, അതിന് നമ്മൾ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, താരീഖ് കൊടുത്തിട്ടുണ്ട് അല്ലേ.
സ്ഥാൻ താരിഖ് കൊടുത്തിട്ടുണ്ട്. പ്രിയ സഹേലി, പ്രിയപ്പെട്ട കൂട്ടുകാരി അല്ലേ, കൂട്ടുകാരിക്ക് ഏതാണ് പ്രിയ സഹേലി, കൂട്ടുകാരി എന്ന് എഴുതിയുണ്ട്. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ നമുക്ക് കണ്ടന്റ് ഉണ്ട്, പിന്നെ നമ്മൾ ഉപസംഹാരം ഉണ്ട്, സസ്നേഹ് ഉണ്ട്, ഹസ്താക്ഷർ ബേല ഉണ്ട്. ഇപ്പോൾ നമ്മൾ കിട്ടുന്ന ആളിന്റെ നാമം പദ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് 4 മാർക്കിന് അർഹതയുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ കത്തിനെ പകുതിയാക്കിയിട്ട് പറയാൻ പോവാണ്. നോക്കൂ മക്കളെ, ഇങ്ങനെയാണ് സ്ഥാൻ താരിഖ് എന്ന് നമ്മൾ സ്ഥാൻ താരിഖ് എന്ന് എഴുതാൻ മറന്നു പോരുതേ. ഓക്കെ, സ്ഥാൻ താരിഖ് എന്ന് എഴുതാം. എന്നിട്ട് പ്രിയ സഹേലി, പ്രിയപ്പെട്ട കൂട്ടുകാരി എന്ന് നമ്മൾ എഴുതി. എന്നിട്ടോ തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടീക്ക് ഹേന, സുഖം തന്നെയല്ലേ? തുംസേ മിൽനേക്ക് ഇച്ഛാസെ, നിന്നെ കാണാനുള്ള ആഗ്രഹത്താൽ മൻ ഭർ ഗയ, എന്റെ മനസ്സ് നിന്നെ കാണണം എന്നുള്ള ആഗ്രഹത്താൽ എന്റെ മനസ്സ് നിറഞ്ഞു. കൽ മുച്ചേ ബോത്ത് ദുഃഖുക, ഇന്നലെ എനിക്ക് വല്ലാത്തൊരു ദുഃഖമുണ്ടായി. യേ തുംസെ ബത്താനേ കെ ലിയേ, ഇത് നിന്നോടൊന്ന് പറയാൻ വേണ്ടി, പങ്കുവെക്കാൻ വേണ്ടി യേ പത്ര ലിഖ്, ഞാൻ ഈ കത്ത് എഴുതുകയാണ്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി കൽ സുരേന്ദ്രജി മാഷ് സാബ്, ഇന്നലെ സുരേന്ദ്ര മാഷ് കാപ്പി ജാഞ്ചത്തെ സമയം, ബേലെ നിനക്കറിയോ, ബേല പറയാണ് നിനക്കറിയുമോ, കൂട്ടുകാരോട് പറയാണ്, ഇന്നലെ സുരേന്ദ്ര മാഷ് കോപ്പി നോക്കുന്ന സമയത്ത്, കോപ്പി ജാഞ്ചത്തെ സമയം, കോപ്പി ചെക്ക് ചെയ്യുന്ന സമയത്ത് മേരെ ബാലോ മേ പഞ്ച ഫസായ, എന്റെ മുടിയിൽ അങ്ങ് കുത്തിപ്പിടിച്ചു. മേ തോ സഹി രൂപ് സേ, ഞാനായിട്ട് കറക്റ്റായി രൂപത്തിൽ ഗണിത ലിഖീതി, മാത്തമാറ്റിക്സ് ചെയ്തിരുന്നു. പക്ഷെ അയാൾ എന്തോ കാര്യത്തിനാണ്, എന്താ കാരണം എന്നോട് പറയുന്നില്ല. ഫിർബി, എന്നിട്ടും ഉസ്നെ, അദ്ദേഹം ഗുസ്സേ സേ കഹ, വളരെ ദേഷ്യത്തോടുകൂടി പറഞ്ഞു, വൈറ്റ് അപ്പനി ജഗഹ് പർ, പോയി ഇരിടിയെ സ്വന്തം സ്ഥലത്ത്, വൈറ്റ് അപ്പനി ജഗഹ് പർ, പോയി ഇരിക്കൂ നിന്റെ സ്ഥലത്ത്. അബീബി, എന്നിട്ടും മുച്ചെ മാലു നഹി, ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്റെ പുസ്തകം വലിച്ചെറിയ കൂടി ചെയ്യുന്നുണ്ട്. അബീബി മുച്ചെ മാലു നഹി, ഇപ്പോഴും എനിക്ക് അറിയില്ല. ഇടതുവശത്ത് വഴിയുള്ള കീടർത്ഥം കി എന്തെന്നാൽ മേരി ഗലത്തി ക്യാ ഹേ, എന്റെ തെറ്റ് എന്താണെന്ന്. ഓക്കെ, മേ സബ്കെ സാമനെ, ഞാൻ എല്ലാവരുടെ മുൻപിൽ, ഖാസ്കർ പ്രത്യേകിച്ചിട്ട് സാഹിൽ കെ സാമനെ, സാഹിലിന്റെ മുൻപിൽ, ശരം ഹുയി, നാണം കെട്ടുപോയി. അബ് സ്കൂൾ ജാനേക്ക മൻ നഹി, ഇപ്പോൾ സ്കൂളിൽ പോകാനുള്ള മനസ്സ് തന്നെ ഇല്ല. തും ബതാവോ, നീ ഒന്ന് പറയൂ. മേ ക്യാ കരൂ, ഞാൻ എന്ത് ചെയ്യും? ജറൂർ ലിഖന, തീർച്ചയായും നീ എനിക്ക് എഴുതണം. മാം ബാപ്പുക്കോ, പിന്നെ ഒരു കാര്യം കൺക്ലൂഷനാണ്, മാം ബാപ്പുക്കോ മേരാ പ്രണാം, അപ്പനും അമ്മയും എന്റെ നമസ്കാരം അറിയിക്കണം. ഛോട്ടാ ബായിക്കോ പ്യാർ, കൊച്ചനിയന് എന്റെ സ്നേഹം അറിയിക്കണം. സസ്നേഹ്, സ്നേഹത്തോടി ആദ്യം ഒരു സിഗ്നേച്ചർ ചെയ്തിട്ട് ബേല. ഓക്കെ, സിഗ്നേച്ചർ നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഹസ്താക്ഷരം എഴുതാനേ പാടുള്ളൂ. എന്നിട്ട് ബേല, എന്നിട്ട് ഈ കവറിനെ മടക്കി, ഈ കത്തിനെ മടക്കി നമ്മൾ കവറിലിടുന്നു. സേവാമയം നാംപദ. മക്കളെ, ഇത്രയും എഴുതി വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇങ്ങനെയാണ് നമ്മൾ കത്ത് എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട്, അപ്പൊ കത്ത് കാണാൻ തന്നെ വളരെ മനോഹരമായിരിക്കും. ഓക്കെ, അപ്പൊ 3 പാരഗ്രാഫ് ആയിട്ടാണ് ഉണ്ടാകുക. ഒന്ന് ഇൻട്രൊഡക്ഷൻ ആണ്, കണ്ടന്റ് ആണ്, കൺക്ലൂഷൻ ആണ്, സ്ഥാൻ താരിഖ് വലുദർശൻ ഉണ്ടാവണം, പ്രിയമിത്ത് പ്രദന്റ് ആവണം, അത് കഴിഞ്ഞ് അവസാനം സസ്നേഹം ഉണ്ടാവണം, ഹസ്താക്ഷരം ഉണ്ടാവണം, ഹസ്താക്ഷരം ബ്രാക്കറ്റിൽ ഇടണം, എന്നിട്ട് നാം എന്ന് എഴുതണം. എന്നിട്ട് ഇങ്ങനെ പുറത്ത് അവസാനം നമ്മൾ കൊള വരച്ചിട്ട് സേവാമയം എന്ന് എഴുതിയിട്ട് നാം പദം എഴുതണം. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോ കത്തും പഠിക്കേണ്ടത്. ഇൻട്രൊഡക്ഷൻ കോമൺ ആയിട്ട് പഠിച്ചു വെക്കുക. ഏതൊരു സന്ദർഭവും ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്ദർഭം കിട്ടുന്നതാണ്. ഓക്കെ മക്കളെ, ഇത്രയും ക്രമമായി പാലിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫുൾ മാർക്ക്, ഈ 4 മാർക്കിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും കത്ത് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് സാറ് വീണ്ടും വരാം. ഇത് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ കമന്റ് രേഖപ്പെടുത്താനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഒരു കാരണവശാലും മറന്നു വരുത്. ഓക്കെ, താങ്ക് യു.